Okay, now the last portion of the reproductive system, that is female reproductive system. Okay, അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ ഞാൻ നേരത്തെ ടെസ്റ്റിസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് പെയ്ഡ് ആണ്. പക്ഷേ ഫീമെയിൽസിൻ്റെ കേസിൽ ഓവറി എന്ന് പറയുന്നത് പെയ്ഡ് അല്ല. അവിടെ റൈറ്റ് ഓവറി എന്ന് പറയുന്നത് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അത് പ്രസൻ്റ് ആയിരിക്കില്ല. ലെഫ്റ്റ് ഓവറി മാത്രമാണ് ഫങ്ഷണൽ ആയിട്ട് ഉണ്ടാവുക, അത് ഓർക്കുക. ഓക്കെ, സോ ദ ഫീമെയിൽ ജെനൈറ്റൽ ഓർഗാൻസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? ലെഫ്റ്റ് ഓവറി ആൻഡ് അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് ഓവറി ആൻഡ് അസോസിയേറ്റഡ് സ്ട്രക്ചർ. ടെസ്റ്റിസ് പഠിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ അധികം ഇതിൽ കമ്പോണൻസ് ഉണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ടെസ്റ്റിസിൻ്റെ കൂടെ കുറച്ചധികം കമ്പോണൻസ് ഇതിൻ്റെ കൂടെ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുകൾ കുറച്ച് അധികമാണ് പഠിക്കാനുള്ള പേര്. ഇവിടെ നോക്കുക നിങ്ങൾ, ഓസ്റ്റി ഉണ്ട്, ഓവിഡക്ട് ഫണൽ ഉണ്ട്, മാഗ്നം ഉണ്ട്, ഇസ്മസ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്രസ് ഉണ്ട്, വജൈന ഉണ്ട്. ഓക്കെ, ഇത്രയധികം പേരുകൾ വരും. അത് കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം, അത് നോട്ട് ചെയ്യപ്പെടുകയും വേണം. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ വരക്കുമ്പോൾ ഇത് വരക്കണം, ഈ റൈറ്റ് വരക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ലെഫ്റ്റ് അറ്റാച്ച്മെൻറ്റ് വരുന്നത് കൊണ്ട് ലെഫ്റ്റ് കിഡ്നി വരക്കാം, റൈറ്റ് കിഡ്നി വരക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് കിഡ്നിയുടെ ഓവിഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗ്യാപ്പ് വെച്ചാൽ മതി. ഓക്കെ, ഇനി വരച്ചാലും കുഴപ്പമൊന്നുമില്ല. So female reproductive system is most remarkable for the absence of right ovary and right oviduct. ഇമ്പോർട്ടൻ്റ് ആണത്. പെയ്ഡ് ആയിട്ടാണ് സാധാരണയായിട്ട് കാണാറുള്ളത് അല്ലേ? പക്ഷേ ഇവിടെ പെയ്ഡ് അല്ല, മറിച്ച് ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. റൈറ്റ് ഓവറി ഈസ് കംപ്ലീറ്റ്ലി ഡീജനറേറ്റഡ്. നൗ ഇൻ ദ എംബ്രിയോ ബോത്ത് ഓവറീസ് ആർ പ്രസൻറ്റ്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അത് ഡീജനറേറ്റ് ചെയ്യപ്പെടുന്നത്, റൈറ്റ് ഓവറി ഡീജനറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ലെഫ്റ്റ് ഓവറി അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം സൈസ് ഡ്യൂറിങ് ദി റീപ്രൊഡക്റ്റീവ് സീസൺ അല്ലെങ്കിൽ ബ്രീഡിംഗ് സീസൺ. ബ്രീഡിംഗ് സീസണിലായിരിക്കും ഇതിൻ്റെ ഫുൾ മച്ചുറേഷനിൽ ഫുൾ സൈസിലേക്ക് ലെഫ്റ്റ് ഓവറി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം ദി ഡോസൽ ബോഡി വോൾ ബൈ ദി മിസെൻട്രി ഓർ പെരിറ്റോണിയൽ ഫോൾഡ് കോൾഡ് മിസോവേരിയം. നമ്മൾ നേരത്തെ കിഡ്നി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റിസിന് എന്ത് ചെയ്തു? മിസോർക്കിയം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു. ഇവിടെ ബോഡി വാളുമായിട്ട് പെരിറ്റോണിയൽ ലെയർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ആ പെരിറ്റോണിയൽ ലെയറിന് പറയുന്ന പേരാണ് മിസോവേരിയം. അപ്പം നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് മിസോവേരിയം ആൻഡ് മിസ് ഓർക്കിയം. അപ്പം മിസ് ഓർക്കിയം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കണക്റ്റഡ് ടു ദി പെരിറ്റോണിയൽ മെമ്പറൈൻ വിച്ച് കണക്ട്സ് കിഡ്നി ആൻഡ് ടെസ്റ്റിസ്. ആൻഡ് മിസ് ഓവേറിയം എന്ന് പറയുന്നത് ദ പെരിറ്റോണിയൽ മെമ്പറൈൻ വിച്ച് കണക്ട്സ് ബോഡി വാൾ ടു ദി ഓവറി, ലെഫ്റ്റ് ഓവറി. Now, ovary has numerous ovarian follicles. Okay, ovarian നമ്മളൊക്കെ പോലെ തന്നെ ovarian follicles ഉണ്ടാവും. Okay, OV sacs or the egg follicles, each containing a developing egg. അത് മച്ചുറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ ovarian follicles നിന്ന് ഓരോ എഗ് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ burst out and that will be releases into the oviductal funnel through a non-vascular band known as stigma or cicatrix. അങ്ങനെ ഒരു സാധനം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോർഷനിൽ there is a നോൺ മെമ്പറേനിയസ് ആയിട്ടുള്ള, നോൺ വാസ്കുലാർ ആയിട്ടുള്ള ഒരു ബാൻഡ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, നേർത്ത. അതിൽ കൂടിയാണ് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എഗ്ഗ് ഓവിഡക്കൽ ഫണലിലേക്ക് റീച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാൻഡിന് പറയുന്ന പേരാണ് സ്റ്റിഗ്മ ഓർ സിക്കാട്രിക്സ്. ഓർമ്മ വേണേ, സിഗ്മ ഓർ സിക്കാട്രിക്സ്. ഇവിടെ ലേബൽ ഉണ്ടാവില്ല, കാരണം വളരെ നേർത്ത ഒരു ബാൻഡാണ്. നൗ ദ ഫങ്ഷണൽ ഓവിഡക്റ്റ് ഓർ നമുക്കറിയാം മുള്ളേറിയൻ ഡക്റ്റ് ആണ് എന്നുള്ളത് അല്ലേ? വോൾഫിയൻ ഡക്റ്റ് ആണ് എന്തായത്? വാസ് ഡെഫറൻസ് ആയത്. അതുപോലെ മുള്ളേറിയൻ ഡക്റ്റ് ആണ് ഈ പറയുന്ന ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈസ് എ ലോങ് ബ്രോഡ് ആൻഡ് കൺവല്യൂട്ടഡ്. കൺവല്യൂട്ടഡ് എന്ന് പറയുന്നത് ഇതുപോലെ ചുറ്റിപ്പിഴഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് കോൺവല്യൂട്ടഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മസ്കുലാർ ട്യൂബ്. ഓക്കെ, സോ ഇറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം ദി ഡോസൽ ബോഡി വാൾ ബൈ എ ബ്രോഡ് ലിഗമെന്റ് കോൾഡ് മിസോട്യൂബുലേറിയം. ക്ലിയർ ആണല്ലോ? മിസോട്യൂബുലേറിയം എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ബോഡി വാളുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബോഡി വാളുമായിട്ട്, ഡോർസൽ ബോഡി വാളുമായിട്ട്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ മെമ്പറേനിയസ് പാർട്ടിന് പറയുന്ന പേരാണ് മെസോട്യൂബുലേറിയം. ഓക്കെ, മെസോട്യൂബുലേറിയം എന്ന് പറയുന്നത് ഓർമ്മിക്കുക. അപ്പോൾ മെസോട്യൂബുലേറിയം ഈസ് ആക്ച്വലി കണക്ടിങ് ദി ഓവിഡക്റ്റ് വിത്ത് ഡോർസൽ ബോഡി വാൾ. മറന്നു പോകരുത്. നൗ ഓവിഡക്റ്റ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്? ഓവിഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയേ അല്ലേ? അതിൻ്റെ ഫസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കണക്റ്റഡ് ടു ബോഡി ക്യാവിറ്റിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നിന്നൊരു നേരത്തെ ബാൻഡിൻ്റെ സ്റ്റിഗ്മ എന്ന് പറഞ്ഞു, അതിലൂടെയാണ് ഇതിലേക്ക് റീച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ത്രൂ എ വൈഡ് ഫിംബ്രിക്കേറ്റഡ് അല്ലേ? ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഫിംബ്രിയ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓവിഡക്റ്റൽ ഫണൽ.
ഫണൽ. ഓക്കെ, ഇതിനൊരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവും. ഈ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓസ്റ്റിയം എന്നുള്ളത്. സോ ഓവിഡക്ടൽ ഫണൽ എന്ന് പറയുന്നത് അത് ഫിംബ്രിയേറ്റഡ് ആണ്. ആൻഡ് ഓവിഡക്ടൽ ഫണൽ ഓപ്പൺ ചെയ്യുന്നത് നേരെ ഓവറിയിലേക്കല്ല, മറിച്ച് ബോഡി ക്യാവിറ്റിയിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓവറിയിൽ നിന്നും എഗ് റിലീസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി എപ്പോഴും ബോഡി ക്യാവിറ്റിയിലേക്കായിരിക്കും. ദെൻ ഇറ്റ് വിൽ റീച്ചസ് ദി ഓവിഡക്ടൽ ഫണൽ ത്രൂ ദി ഓസ്റ്റിയം. ക്ലിയർ ആണല്ലോ. സോ ഫിംബ്രിയേറ്റഡ് ആണ് എന്നുള്ളത് ഓർമ്മിക്കണം. വൈഡ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. സോ ഇൻഫൻറ്റിബിൾ നമ്മുടെ പേര് അത് തന്നെയാണ്. നമ്മൾ ഹ്യൂമൻസ് ബീങ്സിന്റെ കേസിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആ ഫണൽ ലൈക്ക് ഓപ്പണിങ്ങിന് ഇൻഫൻറ്റിബിളും എന്ന് തന്നെയാണ് നമ്മൾ വിളിച്ചത്. സോ ദ വൈഡ് ഓപ്പണിംഗ് ഓഫ് ദിസ് ഫണൽ ഈസ് കോൾഡ് ഓസ്റ്റിയം ട്യൂബേ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇൻഫൻറ്റിബുലത്തിന്റെ ഓപ്പണിങ്ങിന് വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയം എന്നുള്ളത്. Now following the oviductal funnel is a glandular part that is known as the magnum. ഈ മാഗ്നമാണ് ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്നത്. റിലീസ് ചെയ്ത എഗ്ഗിന് ചുറ്റും ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഈ മാഗ്നം എന്ന് പറയുന്ന ഗ്ലാനുലാർ പാർട്ടാണ്. ഓക്കെ, സോ ഇറ്റ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദി ആൽബുമിൻ അറൌണ്ട് ദി എഗ്. നൗ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ദർ ഈസ് എ റീജിയൻ കോൾഡ് ഇസ്മസ്. ആൻഡ് ഇസ്മസ് ഈസ് ആക്ച്വലി സെക്രീറ്റിംഗ് ദി ഷെൽ. ഓർമ്മിക്കുക, ദ ഗ്ലാനുലാർ പാർട്ട് ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ട് ട്യൂബുലാർ പോർഷൻ കോൾഡ് isthmus which secretes the shell membranes. അപ്പം ആദ്യം എഗ് വരുന്നു, അതിൽ യോക്ക് ഉണ്ടാവും. ദെൻ അതിന് ചുറ്റും ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്നത് മാഗ്നമാണ്. അത് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് ചുറ്റും ഷെൽ മെംബ്രെയിൻസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇസ്മസ് ആണ്. ഓക്കെ, ഇസ്മസ് എക്സ്പാൻഡ്സ് ടു എ വൈഡ് യൂട്രസ് വിച്ച് സെക്രീറ്റ്സ് ദി എഗ് ഷെൽ. ഷെൽ മെംബ്രെയിനും ഷെൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, മുട്ട നമ്മൾ കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയിട്ടാകുമ്പോൾ പൊളിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് സെക്രീറ്റ് ചെയ്യുന്നത് ഇസ്മസ് ആണ്. അതിനുശേഷം അതിന് പുറത്തുള്ള ഈ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? യൂട്രസ് ആണ്. ഓക്കെ, സോ യൂട്രസ് ഫോളോഡ് ബൈ എ ഷോർട്ട് യൂട്രസ് ദാറ്റ് വിൽ ബി സെക്രീറ്റിംഗ് ദി എഗ് ഷെൽ. നൗ ദി യൂട്രസ് വിൽ ബി ഫോളോഡ് ബൈ വജൈന. വജൈന എന്ന് പറയുന്നത് യൂട്രസ് ഇതിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ്. ആൻഡ് ദാറ്റ് വജൈന വിൽ ബി ഓപ്പണിംഗ് ഇൻ ടു ദി യൂറോഡിയ. സോ ദാറ്റ്സ് അബൌട്ട് is secreted. Vagina എന്ത് ചെയ്യുന്നുണ്ട്? That will be secreting a mucus secretion which is allowing the egg to freely move and releases into the cloaca and then out. ക്ലിയർ ആണല്ലോ. അപ്പോൾ എഗ് ലൈങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളത് വജീനേൻ്റെ ഓപ്പണിങ്ങിൻ്റെ പേരാണ്. പക്ഷേ വജീനേൻ്റെ ഫംഗ്ഷൻ അതും കൂടിയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഓർമ്മിക്കുക. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഓർക്കേണ്ടത് എന്തൊക്കെയാണ്? ആദ്യം നിങ്ങൾ മിസോർക്കിയം എന്ന് പറയുന്നത് മിസോവേറിയം എന്ന് പറയുന്നത് ഓർമ്മയിലുണ്ടാവണം. മിസോവേറിയം. ഓക്കെ, മീസോട്യൂബുലേറിയം ഓർമ്മയിലുണ്ടാവണം. സിംഗിൾ ഓവറി മാത്രമേ ഉള്ളൂ, റൈറ്റ് ഓവറി ഡീജനറേറ്റഡ് ആണ് എന്നുള്ളത് ഓർമ്മയിലുണ്ടാവണം. ഇനി ഓവിഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാവിങ് a broad funnel shaped anterior part known as the infundibulum. It is fimbriated and that opening is known as the ostium. അത് ബോഡി ക്യാവിറ്റിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം മാഗ്നം എന്ന് പറയുന്ന ഒരു റീജിയൻ വരും, അതാണ് ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്നത് എഗ്ഗിന് ചുറ്റും. ആൻഡ് ദെൻ അതിനുശേഷം ഇസ്മസ് എന്ന് പറയുന്ന റീജിയൻ പറയുന്നു. അപ്പം ആൽബുമിന് ചുറ്റും ഷെൽ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന ഇസ്മസ് ആണ്. ദെൻ ഇസ്മസിൽ നിന്ന് എഗ്ഗ് നേരെ യൂട്രസിൽ എത്തുമ്പോൾ അതിന് ചുറ്റും ഷെല്ല് ഉണ്ടാക്കുന്നു, കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഷെല്ല് ഉണ്ടാക്കുന്നു. ആൻഡ് ദെൻ അത് വജൈനയിലേക്ക് വരുമ്പോൾ അതിന് ചുറ്റും മ്യൂക്കസ് കവർ ചെയ്യപ്പെടുന്നു. സോ ദാറ്റ് എഗ് ലൈയിങ് വിൽ ബി സ്മൂത്ത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് വരക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ വരച്ച് പഠിക്കണം. 5 മാർക്കിന് ചോദിക്കുന്നതാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പോലെ തന്നെ 5 മാർക്കിന് ചോദിക്കുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നതും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.